നമ്മുടെ ഡൈസറിലോട്ട് വരികയാണെങ്കിൽ അതിൽ നമ്മൾ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? ഹൊറർ ആയിരിക്കൂലേ? ഹൊറർ പിന്നെ പ്രണവ് മോഹൻലാൽ ഉള്ളൊരു ഫാക്ടറാണ്, പിന്നെ രാഹുൽ സദാശിവൻ, അതൊക്കെ തന്നെ ആയിരിക്കില്ല അട്രാക്ട് ചെയ്യാൻ. എന്താ കാണാൻ DSR കാണാൻ ആഗ്രഹം എന്താണെന്നുള്ളത്? പിന്നെ ആ ഒരു തീം, ഒരു കളർ തീമും മൊത്തത്തിൽ ഒരു ആ ഒരു ഡാർക്ക് തീം എനിക്ക് പേഴ്സണലി ടെക്നിക്കലി എല്ലാവരും തന്നെ നല്ലോണം എഫേർട്ട് ഇട്ട് പണിയെടുത്തേക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അമ്പരമികമാണേലും ഇതിന്റെ DOP ഷാനാദ്, ആർട്ട് ഡയറക്ടർ ജ്യോതിഷേട്ടൻ, നമ്മുടെ കോസ്റ്റ്യൂം LV, സൗണ്ട് ഡിസൈനർ ജയദേവേട്ടൻ, മിക്സിംഗ് എഞ്ചിനീയർ രാജേട്ടൻ, രാഹുലേട്ടൻ്റെ ADC, ഇവരെല്ലാവരും എല്ലാ ടീമും ഭയങ്കരമായിട്ട് അവരുടെ മാക്സിമം ഇട്ട് ചെയ്തേക്കുന്ന പടം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് ടൈം തരാറുണ്ട്. ഞാൻ എപ്പോഴും പടം ചെയ്യണതിന് മുമ്പ് ടൈം ചോദിക്കും, എനിക്ക് ടൈം വേണം, അല്ലെങ്കിൽ ഞാൻ പൊതുവെ പടങ്ങൾ പിടിക്കാറില്ല, സമയമെടുത്ത് ഞാൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച സ്വപ്നത്തിലോട്ട് എത്തിയിട്ട് തട്ടിക്കൂട്ടി ഒരു സാധനം ഇറക്കി വിടാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണോ ഈ മൂവീസ് ചെയ്യുമ്പോഴും കുറച്ച് ഗ്യാപ്പുകൾ? അതെ, ഞാൻ കുറച്ച് സൂക്ഷിച്ചാണ് എനിക്ക് സെലക്ട് ചെയ്യുന്നത്. സമയം വേണം. ഇപ്പൊ ഈ പടത്തിൽ നിന്ന് ഇനിയിപ്പോ അടുത്ത പ്രോജക്റ്റിലോട്ട് കയറാനായിട്ട് ഞാൻ കുറച്ച് നാൾ ഇപ്പൊ ബ്രേക്ക് എടുത്തിരിക്കും. വർക്ക് ചെയ്യണില്ല, വെറുതെ ട്രാവൽ ചെയ്യും, ഗെയിം കളിക്കും, ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യും, അങ്ങനെയാണ് ഇപ്പം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോൾ അടുത്ത വർക്കിലോട്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അപ്പോഴും ഈ DSRയുടെ ഈ രാഗത്തിന്റെ അകത്തൊക്കെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കുറച്ച് ബ്രേക്ക് എടുത്ത് അടുത്ത പടം ചെയ്യുമ്പോഴും സമയമെടുത്ത് ഓരോ സീക്വൻസും സമയമെടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഡൈസറിലോട്ട് വരികയാണെങ്കിൽ എങ്ങനെ, എത്ര മന്ത്സ് എടുത്തു, അല്ലെങ്കിൽ എത്ര ടൈം എടുത്തു? അറൗണ്ട് 3 to 4 months ആയിട്ടുണ്ട് പണി നടക്കാൻ തുടങ്ങി. അത്രയും. അപ്പോൾ ആ ഒരു പീസ്ഫുൾ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആരും ഇന്ററപ്റ്റ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന, അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണല്ലേ? രാഹുലേട്ടൻ ഒരു കാണാൻ വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് വിളിച്ചാൽ ഞാൻ പറയും കുറച്ചുകൂടെ പണിയാനുണ്ടെന്ന് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ആക്കിയിട്ടാണ് രാഹുലേട്ടൻ വന്ന് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും ട്വീക്കിംഗ് പരിപാടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ പിടിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഇപ്പോൾ ഈ ഒരു ഡൈസറയ്ക്കകത്തിൽ ഓഡിയൻസിനോട് എനിക്ക് അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് തിയേറ്ററിലിരുന്ന് ലൈവായിട്ട് കാണണം, അങ്ങനെ ഏറ്റവും കൂടുതൽ ഏതൊരു പോർഷൻ വരുമ്പോഴേ ഏറ്റവും എക്സൈറ്റഡ്? അപ്പോൾ നമുക്ക് സീനൊന്നും പറയാൻ പറ്റൂല, ബട്ട് സ്റ്റിൽ ആ ഒരു പോർഷൻ വരുമ്പോൾ അത് വെയിറ്റിംഗ് ആയിട്ടുള്ളത് കാണുമല്ലോ, അവരുടെ ഓഡിയൻസ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അതെന്തായിരിക്കും? അതെ അതെ അതെ. ഓ, അങ്ങനെ ഞാനൊന്നും പറയില്ല. ഡീസറിനെ പറ്റി ഒന്നും വിട്ടു പറയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഒന്നും പറയാതെ എക്സ്പീരിയൻസ് ചെയ്താലെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവുക. എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്താണെന്ന് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ. ശരിക്കും ഈ ഒരു ഡാർക്ക് തീം ഇതൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒന്ന് സമാധാനമായിട്ട് കിടക്കാൻ നേരം ഏതൊരു കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാം, ഞാൻ മാക്സിമം സൈലൻസ് പിടിക്കാൻ നോക്കും, അല്ലെങ്കിൽ പിന്നെ ചെവി അടിച്ചു. വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്ന് മാക്സിമം കാറിൽ പോകുമ്പോൾ പോലും ഞാൻ മ്യൂസിക് ഒന്നും വെക്കൂല, വയ്യ അത് പിന്നെ കേൾക്കാനായിട്ട് ഒന്നും ഞാൻ കേട്ടില്ല. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ട്രാക്ക് എക്സ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്തു, ഓക്കെ ഇതൊന്ന് വണ്ടിയിൽ കേട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ച് കേൾക്കും, അല്ലാതെ വേറെ ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും കേൾക്കാം എന്ന് വിചാരിക്കുന്ന പോയിന്റുകൾ വളരെ കുറവാണ് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആവുന്ന ടൈമിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്താലേ ഉള്ളൂ. ഇപ്പൊ ഡൈസറയിലോട്ട് ക്രിസ്റ്റോനെ അട്രാക്ട് ചെയ്യിപ്പിച്ച, ഓക്കെ ഇപ്പം രാഹുൽ സദാശിവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ബോണ്ട് ഇതെല്ലാം മാറ്റി വെച്ചാലും മെയിൻലി അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും? ടീം, എൻ്റയർ ടീം സെയിം ടീമാണ്. പ്രമേകം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം ഭയങ്കര വലുതാണ്. അപ്പോൾ ഫ്രീഡം ഉറപ്പായിട്ടും എനിക്ക് ഫ്രീഡം വേണം എനിക്ക്. അപ്പോൾ ഫ്രീഡം ഉറപ്പായിട്ടും ഇതിൽ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്. നമ്മൾ ഡൈസറയുടെ, എനിക്കറിയാം ഒന്നും വിട്ടു പറയില്ലെന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്. ഡൈസറയുടെ ഇത് നോക്കുകയാണെങ്കിൽ പ്രണവിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം DP കാണുമ്പോഴത്തേക്ക് ഒരു റെഡ് കളർ തീം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേരിങ്ങനെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ്റെയും ഈ ഒരു തീമിലാണ് വരുന്നതെന്ന്. എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി, ഇതൊന്നും അറിയില്ല, ഒന്നും വിട്ടു പറയില്ല. എനിക്കൊന്നും അറിയില്ല. ഞാനും DP മാറ്റിയല്ലോ, ഞാനില്ലല്ലോ പടത്തില്, ഞാനും DP മാറ്റിയല്ലോ, എനിക്കറിയില്ല. DP ഇത് തന്നെ ഈ ഒരു തീമില് തന്നെ എന്തായാലും പ്ലാൻ ചെയ്താണോ എല്ലാവരും ഒരേ ഒരു തീമില്? അത് നമുക്ക് അതൊരു മാർക്കറ്റിംഗ് പരിപാടി ആയിരിക്കാം. ഇപ്പം ഒരുപാട് മൂവീസിൽ ഈ പറഞ്ഞ പോലെ BGM കാര്യങ്ങളൊക്കെ കുറേ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട്
ആളുകൾ വൈഡായിട്ട് ഇങ്ങനെ ഇത് അടിപൊളിയാണ് അങ്ങനെ പറയുന്നതുണ്ട്. എന്നാൽ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുണ്ടായിട്ട് പോലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷിച്ച അത്ര ഇമ്പാക്റ്റ് കിട്ടാതെ പോയ ഒരു BGM എന്തെങ്കിലും ഉണ്ടോ എല്ലാ പടങ്ങളിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ? എനിക്ക് മദനോത്സവം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മദനോത്സവം ഒരു ഫ്രഷ് സൗണ്ടിങ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷെ അത് ആൾക്കാർ ഇനിയും എപ്പോഴേലൊക്കെ ആൾക്കാർ കേൾക്കും എന്നറിയാം. പക്ഷെ സ്റ്റിൽ റൈറ്റ് നൗ അണ്ടർ റേറ്റഡ് ആണ്. ഈ ഹൊറർ സിനിമകൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൊറർ സിനിമകൾ ഒരു പാറ്റേൺ ഉണ്ട്. രാഹുൽ സദാശിവന്റെ മൂവീസ് എല്ലാം അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണെന്ന്. ഇപ്പോൾ ഈ ഭൂതകാലം വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ചർച്ചയുണ്ടായിരുന്നു. അത് ഒരു ഹൊറർ പാറ്റേണിൽ നിന്ന് കുറേ കൂടി ഡിഫറെൻ്റ് ആണ്. ഒരു പ്രത്യേകിച്ച് ഒരു ജംപ് സ്കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ മറ്റേ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുത്തിയ ഒരു സംഭവമാണെന്ന്. അതേപോലെ തന്നെ ആ ഒരു പാറ്റേൺ അങ്ങനെ ഒരു നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഡൈസറയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും രാഹുലേട്ടൻ ഓരോ പടം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സിനിമയായിരിക്കും, ഉറപ്പായിട്ടും ഒരു പുതിയ കാഴ്ചയായിരിക്കും. നമ്മുടെ മലയാളി ഓഡിയൻസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംതിങ് ആയിരിക്കാം, ഉറപ്പായിട്ടും ആയിരിക്കും. ഇത് മറ്റേ മഴയൊക്കെ വരുന്ന ആയിരിക്കാം, അല്ലായിരിക്കാം, ഒന്നും വിട്ട് ഞാൻ പറയത്തില്ല എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തതല്ലേ. എന്തെങ്കിലും ഒരു കുഞ്ഞൊരു ഇതെങ്കിലും നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്റ്റാറ്റസ് അടിക്കാനെങ്കിലും പുതിയ കാഴ്ചയായിരിക്കും. എപ്പോഴും ഇങ്ങനെയാണ്, ഒറ്റ ഇതിൽ തന്നെ നിർത്തും. രസമല്ലേ? അല്ലാതെ കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സീനാകും. അതുകൊണ്ടാണ് എന്തൊക്കെയോ സംതിങ് ഉണ്ട്, കണ്ണുകളിൽ നിന്ന് കാണാൻ പറ്റും എന്തോ സംതിങ് ബിഗ് ഉണ്ടെന്ന്. ട്രെയിലറും ടീസറും ട്രാക്കൊക്കെ കേട്ട പോലത്തെ സാധനം തന്നെ. ഒരു അടിപൊളി ട്രാക്ക് ഉണ്ട്. അടിപൊളി ഞാൻ പറയണ ശരിയല്ല, എന്നാലും ഒരു ട്രാക്ക് എന്നാലും പറഞ്ഞു പോയോ ഇത്ര നാള് തന്നെ സസ്പെൻസ് പിന്നെ വിട്ടു പറഞ്ഞു. അല്ല, ഇത് ഇറങ്ങി ഡേഫ്രാത്ത് ഉണ്ട്, പറഞ്ഞത് നല്ലൊരു ട്രാക്ക് ഉണ്ട്. ഇലക്ട്രോണിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഇലക്ട്രോണിക് ഹൊറർ ട്രാക്ക് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ട്രാക്ക് ഒന്നും നമുക്ക് ഡിഫറെന്റ് ഫീൽ കിട്ടുന്ന സംഭവങ്ങളാണോ? ഒന്നിനൊന്നും ബന്ധമില്ലാത്ത സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമല്ലോ. അതെ, സിനിമയായിട്ട് ബന്ധം വേണം, എന്നാലും ഒന്നൊന്നിനെ നമുക്ക് കറക്റ്റായിട്ട് ഇത് അതാണ് അങ്ങനെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോന്ന്. സൗണ്ടിങ് എൻറ്റയർലി ബ്രഹ്മയുഗം പോലെ അല്ല ഞാൻ ട്രീറ്റ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ ഇലക്ട്രോണിക് മീൻസ് പ്രോപ്പർ മറ്റേ സൈക്കഡലിക് ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ മറ്റേ EDM ഇലക്ട്രോണിക്കോ അല്ല, അത് മോഡുലാറിഷ് കുറച്ച് അനലോഗ് സിന്തിഷ് കൈൻഡ് ഓഫ് ഒരു മ്യൂസിക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ മമ്മൂക്ക ഡയറക്റ്റായിട്ട് ഈ ഫുൾ ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം എന്തായിരുന്നു പറഞ്ഞത് മ്യൂസിക് ടീമിനെ കുറിച്ചിട്ട്? മമ്മൂക്ക ഭയങ്കര ഹാപ്പി ആയിരുന്നു. മമ്മൂക്ക ഞാൻ ടർബോൻ്റെ ലൊക്കേഷനിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടർബോ ചെയ്യുന്നതിന് മുൻപ്, ഞാൻ ടർബോയിലോട്ട് ഇന്നാവണതിന് മുൻപ് പ്രമേകമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കനെ കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചതും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മമ്മൂക്ക ട്രാക്ക് പടം കണ്ട് സർപ്രൈസ് ആയില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു മൊമെന്റ്. എക്സൈറ്റ്മെന്റും ഒരു പേടിയും എല്ലാം കൂടെ മിക്സഡ് ഇമോഷൻ ആയിരുന്നു മമ്മൂക്കയുടെ ഒരു റെസ്പോൺസ് കേൾക്കാനായിട്ട്. എങ്ങനെയായിരുന്നു ഒരു ഇമോഷൻ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ക്രിസ്റ്റോയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ? അല്ല, ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. കാരണം മമ്മൂക്കനെ പോലൊരു ലെജൻഡ് നമ്മളെ നോട്ടീസ് ചെയ്യാ, ഇങ്ങോട്ട് പറയുന്നൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. മമ്മൂക്കയുടെ അടുത്ത് പോയിരുന്നു ഞാൻ കുറെ നേരം സംസാരിച്ച് മ്യൂസിക്കിനെ പറ്റി എങ്ങനെയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കുറെ സംസാരിച്ചത്. നമ്മളിപ്പോൾ ഒരു മൂവി ഇൻഡസ്ട്രി ഇപ്പം മ്യൂസിക് ചെയ്യുന്നു, ഒരു ഗോഡ് ഫാദറിന്റെ ആവശ്യമുണ്ടോ നമുക്കിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട്? വേണ്ട, ഞാൻ ഗോഡ് ഫാദർ ഒന്നും ഇല്ലാണ്ട് വന്നതാണല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അസിസ്റ്റ് ചെയ്യണം, ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്ന് വെച്ചു. ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ ഞാൻ ഉണ്ടാക്കിയ മ്യൂസിക്കൊക്കെ വെച്ച് ട്രൈ ചെയ്തു, കേൾപ്പിച്ചു. അങ്ങനെ പണിക്ക് കയറി, അവിടെ നിന്ന് പണി പഠിച്ചു. അങ്ങനെ പറ്റും, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഈ ഒരു ഡാർക്ക് സംഭവങ്ങൾ അല്ലെങ്കിൽ ഹൊറർ സംഭവങ്ങൾ എല്ലാം കുറേ ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവി ചെയ്യണം എന്നാണ് മൈൻഡിൽ? ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോഴേ വെയിറ്റിംഗ് ആണോ ഒരു കൈൻഡ് ഓഫ് സബ്ജക്ട്? കൊമേഴ്ഷ്യൽ സ്റ്റൈലും പടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും. അതർ ലാംഗ്വേജ് പിടിക്കും. ഞാൻ ഒരു തമിഴ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതർ ലാംഗ്വേജ് നല്ല പരിപാടികളാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ
ഇന്ന ജോണർ എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കൊന്നുമില്ല. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഫീൽ തോന്നിയിട്ടുണ്ടോ? ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, അവരുടെ ഒരു മൂവീസ് കണ്ടിട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. കുറച്ച് ആൾക്കാർ ഉറപ്പായിട്ടും അടിപൊളി ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പേരൊന്നും ഞാൻ പറയാനില്ല. ഈ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, മ്യൂസിക് ഫോർ മീ ഈസ് നോട്ട് ജസ്റ്റ് സൗണ്ട്, ഇറ്റ് ഈസ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എൻ്റെ ഹോബി ആയിരിക്കാം. ഹോബി ചെറുപ്പം മുതലേ ഉള്ള ഒരു ഹോബി തന്നെയാണ്. ഇപ്പം നമ്മൾ ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിക്കാലം മുതലേക്ക് ചെയ്തു വരുന്നൊരു സംഭവമായിരിക്കും. ഓക്കെ, എനി ഏജിൽ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ഹോബി തുടങ്ങിയത് എത്ര നാൾ മുതലാണ്? 10ൽ പഠിക്കുമ്പോഴായിരിക്കും ഞാൻ കമ്പോസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഞാനിങ്ങനെ പാട്ടുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പം എനിക്കറിയില്ല, ഇതിന് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ മറ്റേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വേണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയാസ് തിങ്ക് ചെയ്ത് അത് ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കമ്പോസർ ആവാം. അങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പിന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു. ഞാൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല, മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ. അങ്ങനെ ഞാൻ RLV കോളേജിൽ BA മ്യൂസിക് ചെയ്യുമായിരുന്നു കുറച്ചാൾ. 3 വർഷത്തെ കോഴ്സായിരുന്നു, കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് മുമ്പ് ചാടി കടന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ നോക്കി മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുക എന്നുള്ള ഒരു ജേണി ഈസി ആയിരുന്നോ? ഇല്ല, അങ്ങനെ മറ്റേ നമ്മുടെ സാധനം വരുന്ന പരിപാടിയല്ലല്ലോ. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവെന്നൊക്കെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? പ്രഷറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പല ആൾക്കാരും പറയും മറ്റേ ജീവിക്കണ്ടേ, കാശ് വേണ്ടേ, ഇറങ്ങുന്ന പരിപാടി നടക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് മറ്റേ ഏജ് പ്രശ്നം, മറ്റേ പ്രായമായി എന്താ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യും പരിപാടികളും. മദനോത്സവത്തിൻ്റെ ഡയറക്ടറെ ഞാൻ സുഷിൻ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നതിനൊക്കെ മുൻപ് ഞാൻ ഈ പടത്തിൻ്റെ എൻക്രെഡിറ്റ്സ് നോക്കിയിട്ട് ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് സെർച്ച് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ സുധീഷ് ചേട്ടനെ പോയി മീറ്റ് ചെയ്തതാണ് മദനോത്സവത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം. എന്നിട്ട് സുധീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് പടമൊക്കെ ചെയ്യണതിന് മുമ്പ് എൻ്റെ ഓരോ ട്രാക്കുകൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ട്രാക്കുകൾ ഉണ്ടാക്കി ഇതൊക്കെ പുള്ളിനെ കൊണ്ട് കേൾപ്പിക്കും. അങ്ങനെ മദനോത്സവത്തിൻ്റെ ടൈമായപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ സുഷിൻ ചേട്ടൻ്റെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ പുള്ളി വിളിച്ചു. ഫൈനലി അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആയി. അതെ, അങ്ങനെയായിരുന്നു ആ ഒരു പാത്ത്. അപ്പോൾ എന്തായാലും ഡൈസറെ കുറിച്ച് ഒന്നും പറയത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫോർ ഓഡിയൻസ് അബൌട്ട് ഡൈസറ? പേടിക്കുമായിരിക്കും. ഞാൻ പേടിച്ചിട്ടില്ല, പക്ഷേ ഓഡിയൻസ് ഞാൻ എങ്ങനെ പേടിക്കാനാ? ഞാൻ പേടിപ്പിക്കാൻ ശ്രമിക്കണല്ലേ. പേടിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് പേടിക്കില്ല. അല്ല, ചെയ്യുമ്പോൾ നമ്മൾക്ക് എനിക്ക് പേടി വരാനായിട്ടുള്ള മാക്സിമം ട്രൈ ചെയ്ത് നോക്കാന്നല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പേടിച്ചില്ലെങ്കിൽ എന്റെ തെറി പറയരുത്. ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ, ഞങ്ങളും വെയിറ്റിംഗ് ആണ് പേടിക്കാൻ. അതെ, താങ്ക് യു സോ മച്ച്.